വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിപ്പൂസ് വ്ലോഗ്. ഏതൊരു സുഖമായിരിക്കല്ലേ. അപ്പം ഇന്നത്തെ ദിവസത്തെ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടാണ്. 1 ഡേ ട്രിപ്പ് കൊല്ലത്ത് വന്നിട്ട് ചെയ്തതാണ്. ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിതാ ലാസ്റ്റ് ഈവനിങ് വന്നിട്ട് ഞാനൊരു 8 പ്ലേസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ എന്നെ കൊണ്ട് 4 പ്ലേസേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ലേറ്റാണ്, പിന്നെ ട്രാവൽ ചെയ്യുന്നത് എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ ഒരു 4 പ്ലേസേ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ലാസ്റ്റ് സ്പോട്ടാണ്. ഇതിപ്പോൾ ഒരു ഈവനിങ് 5 o'clock ആയി. അപ്പം ഇതെന്ന് പറയുന്നത് മാമ്പഴത്തറയാണ്. അപ്പം നമ്മൾ മാമ്പഴത്തറയിലെ വ്യൂ പോയിന്റ് കാണാനാണ് വന്നത്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറേ നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ റബ്ബർ കാടുകളാണ്. പക്ഷെ ആ റബ്ബർ കാടുകൾ കാണാൻ ഭയങ്കര രസമായിട്ട് തോന്നി. എനിക്കൊരു മിനി ഊട്ടിന്നോ മിനി മൂന്നാറെന്നൊക്കെ പറയാൻ പറ്റുന്നത് പോലത്തെ എനിക്കതുപോലെ തോന്നി. പക്ഷെ എനിക്ക് അവിടുത്തെ സീനറീസ് എടുക്കാൻ പറ്റിയില്ല. ഞാൻ തിരിച്ചു പോകുമ്പം പറ്റുമെങ്കിൽ എടുക്കാം, കാരണം ഇരുട്ടുമോയെന്ന് എനിക്കറിയില്ല. പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം. പക്ഷെ ഇത് നമ്മുടെ വ്യൂ പോയിന്റിൽ വന്ന് നിൽക്കുവാണ്. അപ്പോൾ വ്യൂ പോയിന്റിൽ ഞാൻ താഴെ ഒരു ആനേനെയൊക്കെ കണ്ടു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാമ്പഴത്തറയിലെ വ്യൂ പോയിന്റ്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു മൂന്നാറിലോ മൂന്നാർ തന്നെ എനിക്ക് തോന്നുന്നു. ഇത്രയും നല്ല വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നൊന്ന് പറയേ. ഒരു മിനി മൂന്നാർ എന്നൊക്കെ നമുക്ക് പറഞ്ഞുകൂടെ, നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള മിനി മൂന്നാർ എന്ന്. അപ്പോൾ നമുക്ക് കണ്ടാലോ. നല്ല അടിപൊളിയായിട്ടുള്ള ഇവിടെ ഒരുപാട് ആനയുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ താഴോട്ടുള്ള ഇവിടെ നിൽക്കുന്ന ചേട്ടന്മാർ പറഞ്ഞതാണ്, നമ്മൾ താഴോട്ടുള്ള സ്പേസിൽ പോവുകയാണെങ്കിൽ അവിടെ കുറച്ച് സന്ധ്യയാകുമ്പോൾ ആന ക്രോസ് ചെയ്യുന്നത് കാണാൻ പറ്റുമോ. നമുക്കിന്ന് ഭാഗ്യമുണ്ടോ എന്ന് നോക്കാം. ആന ക്രോസ് ചെയ്യുന്നത് കാണാൻ പറ്റുമോ എന്നുള്ളത്. ഒത്തിരി ദൂരെയൊന്നും അല്ലാതെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ എത്ര മനോഹരമായ സ്ഥലങ്ങളുണ്ടെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഒരുപാട് ദൂരെ പോകണം, ഊട്ടി പോകണം, അല്ലെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യ പോകണം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് കേരള പോകണം, എന്നാലേ നമുക്ക് നല്ല മനോഹരമായ സ്ഥലം കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ചുറ്റും നമ്മുടെ അടുത്ത് തന്നെ പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന, നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കാഴ്ചകളുള്ള, നമ്മളെ നേച്ചറുമായിട്ട് അടുത്ത് നിൽക്കുന്നത് പോലത്തെ വ്യൂ ഉള്ള എന്തോരം വ്യൂ പോയിന്റാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത്. ഞങ്ങളിവിടെ എത്തിയ സമയത്ത് വേറെയും കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ, ഇതുപോലുള്ള വ്യൂ കാണാൻ വേണ്ടി നിൽക്കുന്നത്. അതിലൊരു ഫാമിലിയെ പറഞ്ഞത് ഇതുപോലെ എലിഫന്റ് ക്രോസ് ചെയ്യുന്നത് അവർ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് വഴി കൂടെ പോയാൽ മതി, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. ലൈറ്റ് ഡിം ചെയ്തിട്ട് നമ്മൾ അധികം ബഹളമൊന്നും ഉണ്ടാക്കരുത്, ഹോണൊന്നും അടിക്കരുത്, നമ്മൾ ഉപദ്രവിക്കത്തൊന്നുമില്ല, അവർ അതുവഴി അങ്ങ് പൊക്കോളുമെന്ന്. പക്ഷേ ഞാൻ അതുവഴി പോയി നോക്കി, ഞാൻ ആരെയും കണ്ടിട്ടൊന്നുമില്ല, ആനയൊന്നും കണ്ടില്ല. പക്ഷേ ഞാൻ ആനയെ കണ്ടു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഈ പ്ലേസ് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഒരു പച്ചപ്പും ഹരിതാപവും നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുക, ഈ മല, അങ്ങനെ മലയിൽ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ കോട ഇങ്ങനെ മൂടുന്നതൊക്കെ കാണാൻ വേണ്ടി ഒരു പ്രത്യേക സുഖമല്ലേ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെയുള്ള പ്ലേസ് കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്? ഞാൻ ഈ സൂം ചെയ്യുന്നതേ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നേരത്തെ ഞാൻ ആനയെ കണ്ടുവന്ന്. ആനയെ കാണിച്ചു തരാനാട്ടോ. ഇതാ നിൽക്കുന്ന കാട്ടാന. ഞാൻ ഈ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. ആന തുമ്പിക്കൈയുണ്ട്, ഓരോരോ മരങ്ങളായിട്ട് പിഴുതിട്ട് അതിന്റെ കാലുകൊണ്ട് അത് ചവിട്ടി പൊട്ടിക്കുക. അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ കുറെ ഫാമിലീസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ ഫാമിലീസും അതുവഴി പാസ് ചെയ്ത് പോയവരും ഒക്കെ ഇത് ഭയങ്കര എക്സൈറ്റ്മെന്റ് കാണാൻ വേണ്ടിയിട്ട് വണ്ടിയെല്ലാം നിർത്തിയിട്ട് എല്ലാവരും കാണും. അപ്പോഴും ഞാൻ ആലോചിച്ച ശരിയാ, ആന നമ്മൾ എത്ര തവണ കണ്ടിട്ടുണ്ടെങ്കിലും കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ നമ്മൾ ദൂരെ നിന്നിട്ട് സേഫ്റ്റിയോടുകൂടി ആനയെ കാണുമ്പോൾ ഒരു വല്ലാത്ത, നമ്മളിനി എത്ര കണ്ടാലും ആനയെ നമ്മളൊരു ഭയങ്കര എക്സൈറ്റ്മെന്റോടെയല്ലേ കാണുന്നത്. അത് നടക്കുന്നതും തുമ്പിക്കൈ എടുക്കുന്നതും എല്ലാവരും ആനയെ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടല്ലേ കാണുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രകൃതിയും അല്ലേ. എത്ര കണ്ടാലും മടുപ്പ് വരാത്ത നമ്മുടെ സ്വന്തം പ്രകൃതി. അപ്പോൾ എൻ്റെ ഈ കുട്ടി വ്ളോഗ്, നമ്മുടെ ഈ വ്യൂ പോയിന്റ്, മാമ്പഴത്തറയിലെ വ്യൂ പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. നിങ്ങൾ ഓരോ പറയുന്ന അഭിപ്രായങ്ങളായിരിക്കും എനിക്ക് മുന്നോട്ടുള്ള വീഡിയോയ്ക്ക് എങ്ങനെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്താലാണ് ഇമ്പ്രൂവ് ആവുക എന്ന് എനിക്ക് മനസ്സിലാവുക. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും എനിക്ക് വലുതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും സമയമെടുത്ത് എൻ്റെ ഈ വീഡിയോ കാണാൻ വേണ്ടി സമയമെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ലവ് യു.